साहब आज कहाँ जा रहे हैं हम? നിൽക്കുന്നേ ഹിന്ദിയാന്ന് വിചാരിച്ച് സ്കിപ്പ് അടിക്കുകയാണോ? മലയാളം വരുന്നുണ്ടെന്ന്. അല്ലല്ലോ, ഇടയ്ക്ക് ഹിന്ദി കയറി വരുമ്പോൾ നമ്മളെന്ത് ചെയ്യാനാണെന്ന് പണ്ട് ഇന്നസെന്റ് പറഞ്ഞ മാതിരി. മുറ്റത്ത് നിറച്ച് കർണാടകക്കാര്, നീലുവ കർണാടകക്കാരി, നീലുവയുടെ അനിയൻ കർണാടകക്കാരൻ, ചേട്ടൻ കർണാടകക്കാരൻ, നീലുവയുടെ അമ്മ കർണാടകക്കാരി, നീലുവയുടെ അച്ഛൻ കർണാടകക്കാരൻ, അച്ഛന്റെ ഭാര്യ കർണാടകക്കാരി. കർണാടക മാറി ഹിമാചലായി എന്നുള്ളൂന്ന്. ഡോക്ടർ സോമു കാ പാർട്ടിയേ പാർട്ടി പാർട്ടി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ സോംനാഥിൻ്റെ പാർട്ടിയാണ്. നമ്മൾ മെഡിസിനിൽ പോസ്റ്റിംഗ് ആയ സമയത്തുള്ള വ്ളോഗ് കണ്ടവർക്കറിയാം. 60 മണിക്കൂറും 48 മണിക്കൂറും ഘടാഘടമായിട്ട് ഇങ്ങനെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞപ്പം ഡോക്ടർ സാബ് പറഞ്ഞതാണ് അന്ന് എന്തായാലും ഒരു പാർട്ടിക്ക് കൊണ്ടുപോകുന്നുള്ളത്. ഗൈസ്, വീണ്ടും നമ്മൾ ഹൈവേയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. വെറുതെ കുത്തിരുന്ന് ടൈം പോക്കുക. അങ്ങനെ ഹൈവേയിലിരുന്ന് ടൈം കുറേ പോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാശി ഓഫ് ഹിമാചൽ എന്നറിയപ്പെടുന്ന മണ്ടിയിലേക്ക് പോയി ഗൈസ്. അങ്ങനെ നമ്മൾ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വന്നാണ്. ജിലേബി ഉണ്ട്, മിർച്ചിപ്പൊക്കട, നാട്ടിലത്തെ മുളക് ബജി. അങ്ങനെ നമ്മളൊരു മിർച്ചിപ്പൊക്കടയും ജിലേബിയും കഴിക്കാം ഗൈസ്. രാത്രി പോയിട്ട് പിന്നെ ഒരു സ്ട്രീറ്റ് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഒരു രസമില്ലല്ലോ. അപ്പം നാട്ടിലത്തെ മാറ്റത്തെ മിർച്ച് പൊക്കോട അഥവാ നമ്മളെ മുളക് ബജി ഇവിടെ കിട്ടും കേട്ടോ. അതും അതേ ടേസ്റ്റ് തന്നെയാണ്, സെയിം സാധനങ്ങളാണ് കേട്ടോ. ബാക്കി ജിലേബും കാര്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കര സുലഭമാണ്. बहुत पॉपुलर है। कितना तक पॉपुलर है? दिल्ली तक? अच्छा चलो खा के देख लेते। हाँ डॉक्टर सोमनाथ कैसा है? यम्मी। ओ माय गॉड। हैं? स्वीटी। ഗൈസ്, ഇത് വേറൊരു മന്ദിരാണ്. ഇതിനുള്ളിൽ ദേവിയൊക്കെ ഉണ്ട്. പിന്നെ ഫുള്ള് സ്ട്രീറ്റ്സാണ് ഇങ്ങനെ അടിയിലേക്ക്. ഗൈസ്, ഇതാണ് ഷിമാനം, പബ്ലിക് ഷിമാനം. ആരോ അവിടെ ഡെഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, വീണ്ടും നമ്മൾ ചോട്ടിക്കാശി എത്തിയിരിക്കുകയാണ്. നമ്മളെ പണ്ടത്തെ അമ്പലം രാത്രി വ്യൂ. ഗൈസ്, അങ്ങനെ നമുക്ക് പോയിൻ്റെ അടുത്ത് പോയിട്ട് നോക്കാം. രാത്രിയിൽ പോയാൽ മോനെ വേറെ ജാതി ഫീലിംഗ് ആണ്. സൗണ്ട് കേട്ട് പേടിക്കണ്ടെന്ന് നമ്മളൊരു പാട്ട് പാടാൻ നോക്കിയതാ. ഗൈസ്, ടെമ്പിളൊക്കെ ക്ലോസ്ഡ് ആണ്. അപ്പം ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോയി നോക്കാം. വിക്ടോറിയ ബ്രിഡ്ജ്. ഗൈസ്, ഇവിടെ ഇറ്റാച്ചിന്റെ പരസ്യം നടക്കണം ഗൈസ്. ഇറ്റാച്ചി പരസ്യം. അടുത്തതായിട്ട് വാല്യൂ ഫുഡ് കഴിക്കാൻ പോകണം ഗൈസ്. ബാക്കിയുള്ളവരെ പാട്ടിയാകുമ്പോൾ നമ്മളൊന്നും നോക്കാറില്ല കേട്ടോ. ചിക്കനും മട്ടനൊക്കെ അങ്ങ് അടിച്ച് കയറ്റലാണ്. അങ്ങനെ അവിടെയുള്ള വലിയൊരു ഹോട്ടലിൽ തന്നെ പോയി. വലിയ മെയിൻ ഹോട്ടലാന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, അവന്മാർ നമ്മൾ 1 മണിക്കൂറോളം പോസ്റ്റ് അടിപ്പിച്ച് അങ്ങനെ ഫുഡൊക്കെ വന്നിട്ടോ. ഇവിടുത്തെ ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന രീതിയും സെർവ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടല്ലേ, അതേപോലെ ഫുഡ് ഉണ്ടാക്കുന്ന രീതിയിലും ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. അധികം ഓയിലി ആയിരിക്കും അല്ലെങ്കിൽ ഗീ ആയിരിക്കും ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പം നല്ല ഓയിലി ആയിട്ടുള്ള ഫുഡായിരിക്കും. എന്നാലും ഇവന്മാരൊക്കെ ചുറുചുറുക്കന്മാരായിരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല കേട്ടോ. ഗൈസ്, വലിയ വലിയ ഹോട്ടലിലൊക്കെ കയ്യേക്കാനൊക്കെ വെള്ളം തരും. ചുടുവെള്ളത്തിലിങ്ങനെ നാരങ്ങ ഇട്ടിട്ട് അങ്ങനെ കൈ കഴിഞ്ഞാൽ പിന്നെ കീടാണുക്കളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അവസാനത്തെ നമ്മുടെ കൈകൊട്ടി. പാർട്ടിൻ്റെ അടുക്കാണ് നമുക്കൊരു കോള് വന്നത്. നമ്മൾ അറിയുന്ന ഒരു പേഷ്യൻ്റ് അവിടെ എന്തോ വലിയ സീരിയസ് ആയിട്ട് അഡ്മിറ്റ് ആണ്. അപ്പോൾ തൽക്കാലം വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഓക്കെ, സി യു.